കോളനി ഹൗസിൽ നിന്ന് പേടിച്ച് പറിച്ച് ടൗണിലേക്ക് വന്ന ആൾക്കാരെയൊക്കെ കെനി ഇപ്പം ഓരോ വീടുകളുടെ ബേസ്മെൻറ്റിലും കുറച്ച് പേര് ക്ലിനിക്കിലും ബാക്കിയുള്ളവരെ കെനിയുടെ വീട്ടിലുമൊക്കെ ആയിട്ട് ഒരുവിധം താമസിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം വന്ന് ഷെരീഫിനോട് പറയുകയാണ്. ഈ സമയത്ത് അദ്ദേഹം എങ്ങോട്ട് പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് കെനി ചോദിക്കുന്നു. സംസാരിക്കണം, നീ സംസാരിച്ചോ, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. ഇതിനേക്കാളും വലിയ അത്യാവശ്യം, നീ എവിടെ പോകുന്നു ചോദിക്കുമ്പം നിനക്കറിയാവോ, ഞാൻ ഈ ടൗണിൽ വന്ന് പെട്ട രാത്രി ഈ ഫാദർ കാത്രിയാണ് എന്നെ രക്ഷിച്ചത്. അദ്ദേഹം ഇപ്പോൾ കണ്ടോ, അയാൾ ജീവൻ കൊടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ ഇന്നലെയും രക്ഷിച്ചു. എന്ത് പറയാനാ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ള കാര്യമാണ് എന്നും ഞാനില്ലെങ്കിൽ അടുത്ത ഷെരീഫ് ആവേണ്ട നീയാണ്, അതുകൊണ്ട് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്സെറ്റായി നിൽക്കുകയാണ് കെനി. ഇപ്പോൾ ഇദ്ദേഹം നേരെ വരുന്നത് ചർച്ചിൻ്റെ ബേസ്മെൻറ്റിലുള്ള സാറയുടെ അടുത്തേക്കാണ്. ഇദ്ദേഹത്തെ ബോയ്ഡിനെ കാണുന്നതും സാറ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അവൾ പ്രതീക്ഷിച്ചത് ഫാദർ കാത്രിയാണ്, പക്ഷെ വന്നത് ഷെരീഫാണ്. അപ്പോൾ ഇദ്ദേഹം അവളോട് പറയുകയാണ്, വാ നമുക്കൊന്ന് നടക്കാൻ പോവാന്ന്. ഷെരീഫിൻ്റെ ശരിക്കും പേര് ബോയ്ഡ് എന്നാണ്, ബോയ്ഡ് സ്റ്റീവൻസ്. അദ്ദേഹവും ഭാര്യ ആബിയും മകൻ എല്ലിസും കൂടെ ഒരു യാത്ര പോകുന്നതാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിനെ ആർമിയിൽ എല്ലാവരും വിളിച്ചിരുന്നത് ഫിഷ് ആൻഡ് ലോവ്സ് എന്നാണ്. അതേപോലെ മറൈൻ ഫോഴ്സിലായിരുന്ന ആബിയെ വിളിച്ചിരുന്നത് അയൺ ലേഡി എന്നും. ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് തൻ്റെ റിട്ടയർഡ് ലൈഫിൽ ഏറ്റവും ഒരു ഗിഫ്റ്റായിട്ട് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു ബോട്ടാണ്. ബോട്ടുള്ളത് ഭയങ്കര സന്തോഷമായിട്ടാണ് അദ്ദേഹം ഇവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള രീതിയിൽ. അപ്പോൾ സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ട് ആബി ബോട്ടിൻ്റെ കീ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ വരുമ്പോഴേക്കും ഇവരുടെ ഫ്രണ്ടിൽ, അതായത് വണ്ടി വരുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ മരം മറിഞ്ഞു കിടക്കുന്നവർ കാണുന്നു. അങ്ങനെ സംശയത്തോടെ അവിടെ ഇങ്ങനെ ഇറങ്ങി നോക്കി നിൽക്കുന്നതായിട്ട്. സാറയോടൊപ്പം കാട്ടിലൂടെ നടക്കുന്ന ഷെരീഫ് അദ്ദേഹത്തോട് അവൾ ചോദിക്കുന്നുണ്ട്, ഫാദർ കാത്രി എവിടെയാണ്. അപ്പോൾ അദ്ദേഹം തലേന്ന് നടന്ന സംഭവങ്ങളും കോളനി ഹൗസിൽ മോൺസ്റ്റേഴ്സ് കയറിയതും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടയ്ക്ക് ഫാദർ കാത്രി മരണപ്പെട്ടു എന്നും പറയുന്നത് കണ്ടിട്ട് അവൾ കരയുന്നുണ്ട്. ഇപ്പം നിനക്ക് കരയണം, നീ ഇതുപോലെ കെനിയുടെ അച്ഛൻ മരിച്ചപ്പം കരഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നീ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യം ഫാദർ കാത്രി വിശ്വസിച്ചു, അതായത് നിനക്ക് ഐഡിയാസ് കിട്ടിയ ആ വോയിസസ് നിന്ന് കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാൻ പറ്റുന്നുള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അതല്ല നീ തെളിയിക്കുന്ന നിമിഷം നിന്നെ ഞാൻ തന്നെ വെടിവെച്ച് കൊന്നുകളയും എന്ന് പറയുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് കരയാണ്. 2-3 പേരെ കൂടി തൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഡെപ്യൂട്ടി കെനി ഇത് കാണുമ്പം അവിടെ തന്നെ താമസിക്കുന്ന ജെയ്ഡിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറയുന്നുണ്ട്, ഇവർ കോളനി ഹൗസിലെ ആൾക്കാരല്ലേ, ഇവരവിടെ അല്ലേ താമസിക്കേണ്ടത്, എല്ലാവരും കൂടി ഇവിടെ എന്തിനാണ് വരുന്നത്, ഇവിടെ സൗകര്യമൊന്നുമില്ല എന്നുള്ള മട്ടിൽ. അപ്പോൾ കെനി പറഞ്ഞു, നീ എന്താ ഇത്ര ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും വിക്ടറിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇന്നലെ രാത്രി മറ്റേ ജിമ്മിൻ്റെ മോള് ജൂലിയായിട്ട് അവൻ കാട്ടിലേക്ക് ഓടി പോകുന്ന കണ്ടുവെന്ന് ഒരു പെണ്ണ് പറയുന്നു. രക്ഷപ്പെട്ടു വന്ന ജൂലിയോട് എന്തൊക്കെയാണ് നടന്നതെന്ന് വീട്ടുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ച് ഇതൊക്കെ പറയുന്നത് വിക്ടറുടെ റൂമിലായിരുന്നു. അപ്പോഴാണ് ബഹളം കേട്ടത്. അവിടെ നിന്ന് വിൻഡോയിലൂടെ റോപ്പിലൂടെ താഴേക്ക് ഇറങ്ങി ഞാനും വിക്ടറും അവിടെ നിന്ന് കാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് അയാൾ എന്നെ ഒരു മരത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ നിന്ന് അടുത്ത സെക്കൻഡിൽ ഞാനൊരു റൂട്ട് സെൻറ്ററിലുള്ള ജയൻറ്റ് ക്യാബിനറ്റിലായിരുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞു. അത് തുടങ്ങുന്നു, എന്ത് തുടങ്ങുന്നു എനിക്കറിയത്തില്ല എന്ന് പറയുമ്പം നമ്മുടെ ഈതൻ പറയാണ്, നീ ഫാറവേ ട്രീയിലൂടെ പോയി കാണും. അതെന്ത് ഫാറവേ ട്രീ? വിക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ട്രീയിൽ കയറിയാൽ പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വിക്ടറും വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കാണും, നമുക്ക് അവനെ കണ്ടുപിടിക്കണമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പം പേടിച്ചിട്ട് ഈ കൊച്ചു കരയാണ് ഈ ജൂലി. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി വന്ന് ജൂലിയെ കാണുമ്പം നീ ഇവിടെ ഉണ്ടായിരുന്നു, എവിടെ വിക്ടർ എന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വെക്കുകയാണ്. ഇതേ കണ്ടിട്ട് ദേഷ്യം വന്ന് ജിം അയാളെ തള്ളി വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. മേലെ എൻ്റെ മോളുടെ അടുത്തേക്ക് വന്നു പോയേക്കില്ല, അവൾ എന്തൊരു വിഷമത്തിലാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവരും വിഷമത്തിലാണ്. രാത്രി ഞാനൊരു സംഗതി കണ്ടു, ഇത് കണ്ടോ, ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുന്നൊരു സിമ്പലാണ്, അത് ഞാൻ മാത്രമല്ല ഈ ഡയറിയിലും വരച്ച് വെച്ചിട്ട് വേറെ ആരോ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പം, നിൻ്റെ പ്രവൃത്തി, നീ എന്നെ കഴിഞ്ഞ ദിവസം കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ വലിയൊരു മരത്തിൽ കയറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നീ അവിടെ നിന്നൊരു വട്ടനെ പോലെ ഓടിക്കളഞ്ഞു, അത് വർക്ക് ചെയ്തോ എന്ന് പറയുമ്പോഴത്തേക്ക് വർക്ക് ചെയ്തോ, അതെ, ചെറിയൊരു സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ട്, നമ്മളൊരു ഹൈ ഗ്രൗണ്ടിൽ പോയി ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്കതിനകത്ത് വിജയിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ജിം പറയുന്നത് കേട്ട് വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ജെയ്ഡ്. വഴിയിൽ മരം കിടക്കുന്ന കണ്ടതിന് ശേഷം ബോയ്ഡും ഫാമിലിയും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിക്കറങ്ങി ഈ ടൗണിലൂടെ തന്നെ. അവരങ്ങനെ അത്ഭുതപ്പെടുന്നു, ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെയായി, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ഫാദർ കാത്രി ഓടി വരികയാണ്. വന്നിട്ട് ഇവരോട് കാര്യം പറയുന്നു, ഇവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കാൻ പാടില്ല, സൂര്യൻ അസ്തമിക്കുന്നു, ഇവിടെ അപകടമുള്ള സ്ഥലമാണെന്നൊക്കെ. ഇവരത് വിശ്വസിക്കുന്നില്ല. ഈ ഭാര്യ തോക്കെടുക്കുന്നുണ്ട്. തോക്കുണ്ടോ കയ്യിൽ, അത് നല്ലത് തന്നെയാണ്, നിങ്ങൾ എൻ്റെ നേരെ ചൂണ്ടിക്കോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, ആർക്കാണെങ്കിലും
അങ്ങനെ തോന്നും, പക്ഷേ വിവരിക്കാൻ സമയമില്ല, ഇപ്പം എൻ്റെ കൂടെ വന്നേ പറ്റുമെന്ന്. ഇവരത് കേൾക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും കാട്ടിൽ നിന്നും വലിയൊരു അലർച്ച കേൾക്കുന്നത്. എന്താ അത് മരണത്തിൻ്റെ വിളിയാണ്, നിങ്ങൾ പെട്ടെന്ന് വന്ന് പറയുന്നു. പേടിച്ച് ഇവർ അച്ഛൻ്റെ പിന്നാലെ പോകുന്നു. അന്ന് രാത്രി അവർ കഴിച്ചു കൂട്ടിയത് ബേസ്മെൻറ്റിലാണ്. കൂടെ ഡോണയും ഡെയിലും ഫാദർ കാത്തറിയും ഉണ്ടായിരുന്നു. ഫാദർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, നാളെ രാവിലെ സൂര്യൻ ഉദിക്കട്ടെ, ഞാൻ എല്ലാം മറുപടി പറയാമെന്ന്. മുകളിൽ നിന്ന് വീണ്ടും അലർച്ചയും ബഹളം കയറിയിട്ട് ഇവർ ഭയത്തോടെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. തലേന്ന് രാത്രി കോളനി ഹൗസിൽ മോൺസ്റ്റേഴ്സ് കയറിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മേളിൽ താഴേക്ക് ചാടി എല്ലിസിന് കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടർ ക്രിസ്റ്റി എടുത്ത് വന്നിരിക്കുകയാണ്. എല്ലിസും ഫാത്മയും കൂടെ. അങ്ങോട്ടേക്ക് വരുന്ന ഡെപ്യൂട്ടി കെനി വായിച്ച ബുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നു. തലേന്ന് രാത്രി മോൺസ്റ്റേഴ്സ് കടിച്ച് കീറിയിട്ട് കോളനിയിലെ അന്തേവാസികളുടെ ബോഡി പാർട്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി കൂട്ടുവാണ് ഡോണ. ഈ സമയത്തേക്ക് ജെയ്ഡും ജിമ്മും കൂടെ അങ്ങോട്ട് വന്ന് അവരെ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണ് മറ്റേ റേഡിയോയുടെ കാര്യം. ഈ കോളനി ഹൗസിൻ്റെ മുകളിൽ ഒരു ടവർ വെച്ച് റേഡിയോയ്ക്ക് സിഗ്നൽ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്കിവിടെ എന്തായാലും ഒരു സ്റ്റാറ്റിക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നതല്ലേ ഈ ഹൗസ്, അപ്പോൾ നല്ല പൊക്കത്തിലായിരിക്കും, അതിൻ്റെ മുകളിൽ ടവർ വെച്ചിട്ട് കാര്യങ്ങൾ ഈസി ആയിരിക്കുമെന്ന്. ഉടനെ ഇവർ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇന്നലെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? 14 പേര്. ഞാൻ അവരുടെ പാർട്സൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓടിപ്പോയ ബാക്കി ആൾക്കാർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് താമസിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഈ വീടും കൂടെ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ എടുത്തോ എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നു. കാട്ടിൽ ഷെരീഫ് ഇപ്പം സാറയെ ഒരു കുടിലിൽ കൊണ്ട് ചെന്നിരുത്തിയേക്കാണ്. നീ ഇവിടെ ഇരിക്ക്, ഇരുട്ടുന്നതിന് മുമ്പ് ഞാനിങ്ങ് വരാം, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്നിട്ട് പോകണം. എങ്ങോട്ട് പോകാൻ? വീട്ടിലേക്ക് പോകണ്ടേ, അതിനുള്ള വഴി കണ്ടുപിടിക്കണമല്ലോ. എന്നിട്ട് ഇവളെ ഹാൻഡ് കഫ് ചെയ്യാൻ നോക്കുവാണ്. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എങ്ങോട്ട് ഓടി പോകത്തില്ല, എനിക്ക് നിങ്ങളെല്ലാവരും സഹായിക്കണം എന്നേ ഉള്ളൂ എപ്പോഴും എന്ന് പറയുന്നു. നേരം വെളുത്തു കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന ബോയ്ഡും ആബിയും അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. കുറേ പേര് റോഡിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നു. മറ്റുള്ളവരൊക്കെ പല പല കുഴികളിൽ നിന്ന് മോറിലേക്ക് കയറി വരുന്നു. ഷെടാ, ഇതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പറയാണ്, നമുക്ക് ഡൈനറിൽ പോയി സംസാരിക്കാമെന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവിടെ ആകപ്പാടെ ചെയ്യുന്നത് രാത്രി ഒളിച്ചിരിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. പറയാൻ എളുപ്പമാണ്, ചെയ്യാനാ പാടെന്ന് ഡോണ പറയുന്നുണ്ട്. അങ്ങനെയല്ലെന്നേ, നമുക്ക് എല്ലാവർക്കും എന്തെല്ലാം റിസോഴ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കി അതിനൊരു കണക്കെടുത്ത് എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ടോ, രാത്രിയിൽ എല്ലാവരും സേഫ് ആണെന്നൊക്കെ ഉറപ്പിക്കണം. അതിന് ഡോണ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അയാളുടെ ഭാര്യ ആബിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. വീടിൻ്റെ ബേസ്മെൻറ്റിൽ ഇവർ കുഴിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയാണ് ജൂലി കരഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ടബീത്ത വരുന്നുണ്ട്. മോളെ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കി കൊണ്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പം ഇവൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനത്തിലാണോ എന്ന്. അപ്പോൾ അവൾ പറയും, എനിക്ക് അതിനുള്ള ഉത്തരം പറയാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് ചോദിക്കുമ്പം അത്ര സിമ്പിൾ അല്ല അത്. നീ ഒരു പാരൻ്റ് ആകുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പാരൻസ് ആകുമ്പോൾ കുട്ടികളെ സ്നേഹിക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷേ നിനക്കറിയുമോ, തോമസ് മരിച്ച ദിവസം അതൊരു നോർമൽ ദിവസമായിരുന്നു. നീയും എൻ്റെ അനിയനും അപ്പുറത്തെ റൂമിലായിരുന്നു. ഞാനും എൻ്റെ ഡാഡും കൂടെ മോൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആ ടേബിളിൽ കിടത്തിയേക്കുമായിരുന്നു. ഒരു സെക്കൻഡ് ഡയപ്പർ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും, ഫോൺ ബെല്ലടിച്ച് കാരണം അതെടുക്കാൻ വേണ്ടി ജിമ്മും ഒരു സെക്കൻഡ് ഒന്ന് തിരിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് കുഞ്ഞ് ഉരുണ്ട് താഴെ വീണ് ഓൻ മരിക്കുകയും ചെയ്തത്. ഞാനാണെങ്കിൽ എപ്പോഴും ആ കാര്യം ഓർത്തുകൊണ്ട് ഇരിക്കും. ആ ദിവസം എൻ്റെ ഓർമ്മയിൽ വരും. പിന്നെ എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് ജിമ്മിനെ കാണുമ്പം എനിക്ക് ആ ഫോൺ റിങ് ചെയ്യുന്നതാണ് ഓർമ്മ വരുന്നത്. നമുക്കത് മറക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ജൂലി, ഇത്ര നാൾ നീ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നീ എത്ര വലുതായാലും എനിക്ക് എൻ്റെ കൊച്ചുകുട്ടി തന്നെയാണ്, അതുകൊണ്ടാണ് പറയാത്തത്, സാരമില്ല, വിഷമിക്കേണ്ട. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോളനി ഹൗസിലെ ആൾക്കാരും ഇപ്പോൾ ടൗണിലുണ്ടല്ലോ. അപ്പോൾ രണ്ട് കൂട്ടരും ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോകുമെന്ന് പേടിച്ച് ഇപ്പോൾ ടൗണിലെ ആൾക്കാരെല്ലാം കൂടെ ഡൈനറിൽ വന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പേടി മനസ്സിലാക്കിയിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു വിടുന്നുണ്ട് നമ്മുടെ ബോയ്ഡ്. കാട്ടിലേക്ക് നോക്കി നിൽക്കുന്ന ബോയ്ഡും ഫാദർ കാത്തറിയും. ബോയ്ഡ് പറയുന്നുണ്ട്, രാത്രി ഇങ്ങോട്ടേക്ക് വരുന്ന മോൺസ്റ്റേഴ്സ് പകൽ സമയത്ത് കാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ശരിക്കും ഈ കാട്ടിൽ നല്ല റിസോഴ്സ് ഉണ്ടായിരിക്കും, നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യണം, കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ടെന്ന്. നീ എത്ര വർഷം മിലിറ്ററിയിലുണ്ടായിരുന്നു ചോദിക്കുമ്പം ഞാൻ 30 വർഷം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ആബി, അവൾ മറൈനാണ്, അവൾ ഇച്ചിരി കണിശക്കാരിയാണ് എന്ന് പറയുന്നു. വെറുതെ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് റോഡിൽ നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് വരുന്ന എലിസ്. അമ്മ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ പണ്ട് കുട്ടി അറിയുമ്പോൾ കണ്ട ഒരു സ്വപ്നത്തിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. സാരമില്ല, വാ നമുക്ക് പോയി അച്ഛനെ സഹായിക്കാം എന്നും പറഞ്ഞ് നടന്നു പോകുന്നു. എലിസ് ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്നു.
തലേന്ന് രാത്രി ഉണ്ടായ സംഭവവും തുടർന്നുണ്ടായ മരണങ്ങളും ഒക്കെ കാരണം തൻ്റെ കാട്ടിലേക്കുള്ള യാത്ര തൽക്കാലം വേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് വെച്ച ഷെരീഫിനോട് കെനി വന്ന് പറയുകയാണ്, അങ്ങനെയല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകണം, അതിനുള്ള ഉത്തരങ്ങൾ നീ കാട്ടിൽ പോയി കണ്ടുപിടിച്ചുകൊണ്ട് പോവാ, ആ യാത്ര മുടക്കണ്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡൗൺ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവളോടും നീയും ഇന്നലത്തെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ആകെപ്പാട് ഡൗൺ ആണ്, അത് പറ്റത്തില്ല, നീ പഴയതുപോലെ ആയി സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. ഇവൻ ഇത്രയ്ക്ക് മിടുക്കനായിരുന്നു എന്ന് അതിശയിക്കുകയാണ് ഡോണ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ച് സംസാരം നടന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ എന്നോട് പറയാൻ ഉദ്ദേശമുണ്ടെന്ന് ചോദിക്കുമ്പോൾ വാ നമുക്കൊന്ന് നടക്കാൻ പോകാം, അപ്പം ഞാൻ കാര്യം പറയാമെന്ന്. ബോയ്ഡിന് കാട്ടിൽ നിന്നൊരു ആടിനെ കിട്ടി. അതുമായിട്ട് വരുമ്പോൾ വഴിയിൽ ഫാദർ കാത്രിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിനോട് പറയുന്നു, അവിടെ ഇനി കോഴികളുമുണ്ട്, നമുക്ക് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കണം, കാട്ടിൽ പോയി അതിനൊക്കെ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എല്ലിസ് അങ്ങോട്ട് വരുന്നു. അങ്ങനെ ആടിനെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് മകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എല്ലിസ് പറയുന്നു, എനിക്ക് സംസാരിക്കാനുണ്ട്, അമ്മയെക്കുറിച്ചാണ്, അവളിപ്പം ഈയിടെയായിട്ട് എന്തോ മാറ്റം അവൾക്ക് തോന്നുന്നുണ്ട്, നീ എപ്പോഴും ഇങ്ങനെ കാട്ടിലോട്ട് പോകുന്നത് ശരിയല്ല, നീ അമ്മയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നു. നീ മറന്നുപോയോ, അയൺ ആബി എന്നല്ലേ നമ്മൾ അവളെ വിളിക്കുന്നത് പോലും, അവൾ നല്ല ടഫാണ്, അവൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളും, അങ്ങനെയല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, അമ്മയിൽ മാറ്റങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ ശരി, 4 മണിക്കൂറുണ്ട് സൂര്യൻ അസ്തമിക്കാൻ, നീ പോയി അമ്മയെ സഹായിക്കുക, ആ സമയം ഞാൻ ഒന്നുകൂടെ കാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം, ഇന്ന് രാത്രി വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം. കാടിൻ്റെ ഉള്ളിലേക്ക് പോയ ബോയ്ഡ് വഴി ഒരു തിട്ടം കിട്ടാൻ വേണ്ടി മരങ്ങളിൽ ചെറിയ അടയാളം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അടയാളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നായയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നിന്നെ ആരോ വളർത്തുന്നതാണല്ലോ, നിൻ്റെ ഉടമസ്ഥൻ ഇവിടെ ഉണ്ടോ, അടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് നായ അടുത്ത് വരെ വന്നിട്ട് തിരിഞ്ഞോടുന്നു. ഇയാളും ഒന്നും ആലോചിക്കാതെ അതിൻ്റെ പിന്നാലെ കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ ഇയാളുടെ മുന്നിൽ നിന്നും നായ അപ്രത്യക്ഷമായി. പെട്ടെന്നാണ് ഇയാൾ തിരിച്ചറിയുന്നത് താൻ അറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ളത്. നേരം ഇരുട്ടി തുടങ്ങി, രാത്രിയായി. അങ്ങനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തോക്കും പിടിച്ച് അങ്ങനെ നടക്കുമ്പോൾ മോൺസ്റ്റേഴ്സ് ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ പുറകിൽ നിന്ന് ആരോ വലിച്ച് ഇട്ടതുപോലെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് വീഴുന്നു. ആ ഗുഹയുടെ വാതിൽ വരെ വരുന്ന മോൺസ്റ്റേഴ്സ് പക്ഷേ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി അയാളെ ആക്രമിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് ചുറ്റിനും നോക്കുമ്പോൾ അതിനകത്ത് നിറയെ ടാലിസ്മാൻസ് ആണ്. അത് ഇയാൾ എന്താണ് ഈ സാധനം എന്നുള്ള മട്ടിൽ മിടിച്ച് അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിനിക്കിലുള്ള എല്ലിസിനെ കാണാൻ വരുന്ന ഷെരീഫ് അവനോട് പറയുകയാണ്, ഞാൻ ഇന്ന് കാട്ടിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ എന്നെനിക്കറിയത്തില്ല. ഓ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്തിനാണ് പോകുന്നതെന്ന് പോലും അറിയാതെ ഉള്ളൊരു പോക്ക്, ലാസ്റ്റ് ടൈം പോയപ്പോഴും ഭയങ്കര വിജയമായിരുന്നല്ലോ എന്നൊരു പുച്ഛത്തിൽ എല്ലിസ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് അയാൾ പറയുകയാണ്, ഞാൻ തിരിച്ചു വരുമോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല, അഥവാ വന്നില്ലെങ്കിൽ ഇതെല്ലാം ഓക്കെയാണ് എന്ന് നിന്നോട് പറയാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുകയാണ് എല്ലാം ഓക്കെയാണ്. മാത്രമല്ല നിന്നെക്കുറിച്ച് എനിക്ക് എന്നും അഭിമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പുറത്ത് നിൽക്കുന്ന ഡോണ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, സാരമില്ല അവൻ വന്നോളും. അപ്പോൾ ഡോണയോട് താങ്ക്സ് പറയാണ് എൻ്റെ മോനെ നോക്കുന്നതിന്. അതൊന്നും നീ പറയണ്ട, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ എന്നാലും താങ്ക് യു എന്ന് ഷെരീഫ് പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, മറ്റാരെക്കാളും ഇവിടെ നിന്ന് വീട്ടിൽ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് നീയാണ്, നീ എന്തായാലും പോയിട്ട് തിരിച്ചു വാട്ടോ, വന്നിൻ്റെ പിന്നെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാന്ന്, പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ, ഇല്ലേ ആരെങ്കിലും കണ്ടിട്ട് നമ്മൾ ഫ്രണ്ട്സാണെന്നുള്ളത് തിരിച്ചറിയുമെന്ന്. ഫാത്മ വന്നിട്ട് പറയാണ്, എലിസ് നിനക്ക് ദേഷ്യം വരുന്നൊരു കാര്യം ഞാൻ പറയാം, ദേഷ്യം വന്നാലും കുഴപ്പമില്ല, ഞാനതങ്ങ് സഹിച്ചു. നീ അന്ന് നടന്ന സംഭവം അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, പക്ഷേ അന്നത്തെ ദിവസം നിൻ്റെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്തു പോയെന്നെ. അന്ന് തുടങ്ങി നിൻ്റെ മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ നീ അദ്ദേഹത്തിനോട് കാണിക്കുന്നുണ്ട്, പക്ഷെ അപ്പം തുടങ്ങി അദ്ദേഹം എന്തൊരു വിഷമമായിരിക്കും സഹിച്ചേക്കുന്നത് നീ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അദ്ദേഹം നല്ലോണം അറിയാം, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ ഇപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നാലെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചില്ലെങ്കിൽ നീ ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. കിട്ടാവുന്ന അത്രയും ടാലിസ്മാൻ വാരി തൻ്റെ ജാക്കറ്റിനകത്ത് പൊതിഞ്ഞ് സന്തോഷത്തോടെ കാട്ടിൽ നിന്ന് വരുന്ന ഷെരീഫ് കേൾക്കുന്നത് വെടിയൊച്ചയാണ്. ഇത് എവിടെ നിന്നാണെന്ന് കരുതി അദ്ദേഹം ഓടി ടൗണിലേക്ക് എത്തുമ്പോഴേക്കും അയാളുടെ ഭാര്യ ആബി കണ്ണി കാണുന്നവരൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഡോണായി ഷൂട്ട് ചെയ്യുന്നവർ അവർ ചോദിക്കുന്നുണ്ട്, പ്ലീസ് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അടങ്ങിയിരിക്കുന്നു പറയുമ്പോഴേക്കും ഇല്ല, ഇത് വെറും ഒരു നൈറ്റ് മെയർ മാത്രമാണ്, എല്ലാവരും ഉണർന്നാലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ, പേടിക്കണ്ട, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നു. ഓടി ഇദ്ദേഹം അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞ് ഷെരീഫിനെ കാണുമ്പോഴേക്കും, ബോയ്ഡ് നീ ഇത് റിയൽ അല്ല, നീ സൂര്യാസ്തമയത്തിന് മുന്നേ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അപ്പോൾ എന്തായാലും നിനക്ക് കാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അപ്പോൾ ഇത് റിയൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എല്ലിസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നു അമ്മയെന്നും പറഞ്ഞ്.
അപ്പോൾ ഇവർ കാണുന്നതെല്ലാം റിയൽ അല്ലെന്നാണ് ഇവരുടെ ചിന്ത. പെട്ടെന്ന് തന്നെ അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു, എല്ലിസിനെ. അപ്പോൾ ഇയാൾക്ക് പിന്നെ വേറെ ഒരു വഴിയില്ല, ബോയ്ഡ് തൻ്റെ ഭാര്യയെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആബി മരിക്കുന്നത്. കാട്ടിലേക്ക് പോയ ഷെറീഫിൻ്റെ പിന്നാലെ വരികയാണ് എല്ലിസ്. ഇടയ്ക്ക് വെച്ച് അവൻ വിളിക്കുന്നുണ്ട്, എല്ലിസ് നീ എന്താ കാട്ടിൽ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറേ നേരമായിട്ട് നിൻ്റെ പുറകെ വരുമായിരുന്നു, നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു ധൈര്യം സംഭരിച്ചെടുക്കുമായിരുന്നു. അമ്മയ്ക്ക് സംഭവിച്ചതും നീ അമ്മയോട് ചെയ്തതൊന്നും നിൻ്റെ തെറ്റല്ല. ഞങ്ങളെ ആ രാത്രിയിൽ ഇന്നലെ ഞങ്ങൾ മരിച്ചു പോകേണ്ടതായിരുന്നു, പക്ഷേ ആ മോൺസ്റ്റേഴ്സിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് ടാലിസ്മാനാണ്. നീ അന്ന് പണ്ട് കാട്ടിൽ നിന്ന് ടാലിസ്മാൻ കൊണ്ടുവന്നിരുന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ അവൻ കരയാണ്. എന്നിട്ട് പറയാണ് സോറി നീ സോറി ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വരണം എന്നവൻ നിർബന്ധിക്കുകയാണ്. അപ്പോഴേക്കും അവൻ സാറേ കാണുന്നു. ഇവളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ പിന്നെ പറയാം, ഇപ്പം പറയാൻ സമയമില്ല. ഇവളിപ്പോൾ ഞാൻ അന്വേഷിച്ച് പോകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. പക്ഷേ നീ ഡൗൺലോഡ് ചെയ്യുന്നത് ആരോടും പറയരുത്. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് മൊത്തം കാര്യങ്ങളും നിൻ്റെ അടുത്ത് ഞാൻ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വിടുന്നു. ടൗണിലെ ആൾക്കാരൊക്കെ ഇപ്പം ഡാനറിൻ്റെ ഫ്രണ്ടിൽ കൂടിയിട്ടുണ്ട്. അവരോട് കെനി പറയുകയാണ്, നമുക്ക് വേണ്ടി ഷെരീഫ് ഇപ്പം കാട്ടിലേക്ക് പോയേക്കുവാണ്, അദ്ദേഹം തിരിച്ചു വരുന്നവരെ നമ്മളൊക്കെ സേഫായിട്ടിരിക്കുക. മാത്രമല്ല ഇപ്പോൾ ജെയ്ഡും ജിമ്മും കൂടെ ചെയ്യാൻ പോകുന്ന റേഡിയോയുടെ കാര്യം പറയുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ട്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റും എന്ന് പറയുന്നു. അച്ഛനെ കണ്ട ശേഷം ഫാത്തിമയുടെ അടുത്തേക്ക് മടങ്ങിയെത്തുന്ന എല്ലിസ്. ഇപ്പോൾ കാട്ടിൽ നമ്മുടെ സാറ ഡ്രസ്സൊക്കെ മാറ്റി രണ്ടുപേരും പോകാൻ ഇറങ്ങുകയാണ്. അവളെ വിലങ്ങണിയിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കാടിനുള്ളിലേക്ക് പോകുന്നു.